ഈടായിട്ട് നമ്മളൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മൊബൈലിലും ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കും, സോഫ്റ്റ് കോപ്പി അയച്ചു തരാം അല്ലെങ്കിൽ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. മാത്രമല്ല അത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ശരിക്കും പ്രിൻറ്റഡ് ആയിട്ടുള്ള കോപ്പി കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ക്ലയൻറ്റിന് വളരെയധികം ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര വൈബായിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കൊഡാക്കിൻ്റെ ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് ക്യാമറകൾ ഇന്ന് ജനപ്രിയമായിട്ട് വരുന്നത്. ഈ ക്യാമറയിൽ നമ്മളൊരു ലോക്കൽ മൊബൈൽ ഫോൺ അങ്ങനെ കാശേ ഉള്ളൂ. 12,899 രൂപ കൊടുത്താൽ ഈ 13 മെഗാ പിക്സൽ ക്യാമറ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ക്യാമറ മാത്രമല്ല കേട്ടോ, ഇതിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ പറ്റിയുള്ള ഒരു അടിപൊളി ക്യാമറയാണ് കൊഡാക്കിൻ്റെ C300 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ. ഈ ക്യാമറയ്ക്ക് പോവുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഇതുപോലുള്ള ഇൻസ്റ്റാ ക്യാമറകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ക്ലിക്കാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ വരവായി, പിന്നെ നമുക്കൊരു കൺട്രോൾ ഒന്നുമില്ല. അത് പ്രിൻ്റ് അടിച്ച് പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മളതിങ്ങനെ വീശി തണുപ്പിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചർ തെളിഞ്ഞ് വരാറാണ് പതിവ്. നമുക്ക് ഒന്നും സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡാണ്. കൊറിയൻ നിർമ്മിതമായിട്ടുള്ള ഈ കൊഡാക്കിൻ്റെ C300 ഹാർഡിൽ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലെൻസ് ഇവിടെ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ലെൻസാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഇതിൽ ഫ്ലാഷ് വരുന്നുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലാഷ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെൽഫി ക്യാമറ പോലത്തെ ഒരു സാധനം കാണാം. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടുള്ള സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1.77 ഇഞ്ചുള്ള ഒരു കളർ LCD സ്ക്രീന് വരുന്നുണ്ട്. പവർ ബട്ടണും ആക്കി നമ്മൾ കൺട്രോളും മെനുവും പ്രിൻറ്റിൻ്റെ കൺട്രോളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രിൻ്റ് അടിച്ചാൽ മതി. മാത്രമല്ല നമ്മളെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടും ഇതിൽ നിന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ ഫോട്ടോസോ ക്യാമറയിലെടുത്ത ഫോട്ടോസൊക്കെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് വളരെ എളുപ്പത്തിൽ എടുത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അടിപൊളി സെറ്റിംഗാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആവും. USB-C വെച്ചിട്ടാണ് നമ്മളിത് ചാർജ് ചെയ്യുന്നത്. ചാർജ് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കൊരു ഓപ്പൺ ചെയ്യുന്ന ഒരു ലിഡ് വരുന്നുണ്ട്. ആ ലിഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളിതിൻ്റെ കാറ്റേജൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. കാറ്റേജൊക്കെ നമ്മളിതിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ്റേജ് കഴിയുന്നത് വരെ നമുക്ക് ഇതിൽ തന്നെ ലാമിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിസ്പ്ലേ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ കാണാൻ പറ്റും. ചെറിയൊരു ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് കളർഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പ്രിൻ്റൊക്കെ എടുത്ത് നോക്കണമെങ്കിലൊക്കെ നമുക്കിത് ഉപയോഗിച്ച് പ്രിൻ്റ് എടുക്കാൻ പറ്റും. മെനുവിലേക്ക് പോകുകയാണെങ്കിൽ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് പ്രിൻറ്റിന് കൊടുക്കാനുള്ളൊരു ബട്ടൺ വരുന്നത്, നമ്മൾ ഫോട്ടോ എടുത്ത് പ്രിൻറ്റ് കൊടുക്കാൻ പറ്റും, അതിനുള്ളൊരു ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ മെനുവിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബോർഡർ പ്രിൻറ്റിങ് വേണോ ബോർഡർ ഇല്ലാത്ത പ്രിൻറ്റിങ് വേണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോയി നമ്മൾ ബോർഡർലെസ് കൊടുത്താൽ ബോർഡറില്ലാത്ത പ്രിൻറ്റ് ചെയ്ത് തരും. ബോർഡർ വേണമെങ്കിൽ ഒരു പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ ബോർഡർ കൊടുത്താൽ ബോർഡറോട് കൂടി പ്രിൻറ്റ് ചെയ്ത് തരും. പിന്നെ അതിൽ നമ്മൾ വീണ്ടും നെക്കിയിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലാഷ് നമുക്ക് ഓൺ ഓഫും ഓട്ടോ ഫ്ലാഷൊക്കെ നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമ്മൾ പോയി നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10 സെക്കൻഡ് ടൈമർ വേണമെങ്കിൽ ടൈമർ ഓഫ് ആക്കാം. ടൈമർ ഓഫിലാണ് എടുക്കുന്നത്. അതുപോലെ ഫ്ലാഷ് വേണമെങ്കിൽ ഫ്ലാഷ് ഓൺ ഉണ്ട്, ഓട്ടോ ഫ്ലാഷ് ഉണ്ട്, ഫ്ലാഷ് ഓഫും ഉണ്ട്. അപ്പോൾ ഫ്ലാഷൊക്കെ ഓൺ ആക്കിയിട്ട് നമ്മളൊരു പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രീനിൽ ഇതിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷോട് കൂടിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് പ്രിൻറ്റ് വേണമെങ്കിൽ ഓക്കെ പ്രിൻറ്റിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് പ്രിൻറ്റിങ് തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസലേഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് പല രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്ലാഷ് എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫ്ലാഷ് ഞാൻ വീണ്ടും മെനുവിൽ പോയിട്ട് ഫ്ലാഷ് ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലാഷ് ടൈമർ ഓഫ്, ഫ്ലാഷും ഓഫ് കൊടുത്തു. കാരണം ഫ്ലാഷിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല. കാരണം അത്യാവശ്യം ലൈറ്റൊക്കെ ഉള്ളതാണ്, നമുക്ക് എടുത്തു നോക്കണമെങ്കിലൊക്കെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ബോർഡർ പ്രിൻറ്റിംഗ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്തിട്ട് മാത്രം പ്രിൻറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി സിസ്റ്റമാണ്. അതുപോലെ സെൽഫി എടുക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു സെൽഫിയൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഇവിടെയാണ് നമുക്കിതിൻ്റെ ക്യാപ്ചർ ബട്ടൺ വരുന്നത്. ഒറ്റ പ്രസ്സിങ് മാത്രമേ ഉള്ളതിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് മുന്നിൽ നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു സെൽഫി മിറർ ഉണ്ട്. ആ മിററിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്ത പടം നമുക്ക് ഇവിടെ മോണിറ്ററിൽ കാണാൻ പറ്റും. ഈ മോണിറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് വേണമെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രിൻറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, ഈ രീതിയിലാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആദ്യം യെല്ലോ കളർ പ്രിൻറ്റ് ചെയ്തു. ഇതിങ്ങനെ CMYK 4 കളറും 4 പാസിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ലാമിനേഷനും കഴിഞ്ഞിട്ടാണ് നമുക്ക് നോർമലി ഇത് തരുന്നത്. വേണമെങ്കിൽ നമുക്ക് മേശപ്പുറത്ത് വെക്കാം. വെച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ റെഡ് പ്രിൻറ്റ് ചെയ്തു. ഈ ഫോട്ടോയുടെ ഡ്യൂറബിലിറ്റി 100 ഇയേഴ്സാണ്. വാട്ടർ പ്രൂഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ലാമിനേഷനൊക്കെ കഴിഞ്ഞ് വരായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഫോട്ടോ പ്രിൻ്ററും കൂടിയാണിത്.
ഇപ്പോൾ കളറുകൾ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കണം. ക്വാളിറ്റി ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ലാമിനേറ്റിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാമിനേഷൻ തുടങ്ങി. ലാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് നല്ലൊരു റീട്രോ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ ഫോട്ടോ പ്രിൻറ്റ് കിട്ടി. കണ്ടോ, ഇതായിരുന്നു ഫോട്ടോ. നമുക്ക് കറക്റ്റായിട്ട് പ്രിൻറ്റ് കിട്ടി. ലാമിനേഷനൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് കഴിഞ്ഞു, ലാമിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിടണമെങ്കിൽ കണ്ടോ, ഈ ഒരു ബോർഡർ നമുക്ക് പൊട്ടിച്ച് ഒഴിവാക്കാം. 2 ബോർഡർ വരുന്നുണ്ട്. ശരിക്കും 3 ഒരു സൈഡിലെ ബോർഡർ ഉള്ളൂ. കണ്ടോ, സൂപ്പറായിട്ടുള്ള കാണണ്ട. കണ്ടോ, ശരിക്കും ലാമിനേഷനോട് കൂടിയിട്ട് നമുക്കൊരു പ്രിൻറ്റ് കിട്ടി. അപ്പോൾ 4 പാസിംഗ് പ്രിൻറ്റിങ് ടെക്നോളജിയിൽ ഡിഫറെൻ്റ് ആയിട്ട് കളറുകളൊക്കെ പ്രിൻറ്റ് ചെയ്ത് അവസാനം ലാമിനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള 100 years വാറൻറ്റി ഉള്ള ഫോട്ടോ ആണ് നമുക്ക് ഇതിൽ നിന്ന് പ്രിൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി, ഇതിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫോട്ടോ നമുക്ക് പ്രിൻ്റ് ഔട്ട് കൊടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് മൊബൈൽ ഫോണായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഡാക്കിൻ്റെ ഈ ക്യാമറ നമ്മൾ വെറും പ്രിൻ്ററായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പോവാണ്. ഇതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അതിൽ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് കൊഡാക്ക് ഫോട്ടോ പ്രിൻ്ററിൻ്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട അതിൽ ബ്ലൂടൂത്ത് നമുക്ക് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനൊക്കെ പരിപാടി. നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ മെലൂണിൻ്റെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു. ഈ ഫോട്ടോക്ക് നമുക്ക് ബോർഡർ വേണോ ബോർഡർ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതുപോലെ ഫ്രെയിമിങ് ചെയ്യാൻ പറ്റും. ബോർഡർലെസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ബോർഡർലെസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ, കണ്ടോ, ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ, സൈസ് തിരിക്കാൻ, സ്ക്വയർ വേണോ നോർമൽ വേണോ എന്നൊക്കെ നമുക്ക് ഇതിൽ തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ സ്ക്വയറിലേക്ക് ഇത് 3x3 പ്രിൻറ്റ് ചെയ്യണോണ്ട് സ്ക്വയറിൽ ഞാൻ സെലക്ട് ചെയ്തു. അത് ക്ലിക്ക് കൊടുത്തപ്പോൾ സ്ക്വയറിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റി. അതുപോലെ ഒരുപാട് ഫിൽറ്ററുകൾ ഇതിൽ ആഡ് ചെയ്യാണ്ട്. ഫിൽറ്ററുകൾ ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസകരമായിട്ട് ഒരുപാട് ഫിൽറ്ററുകളൊക്കെ ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. ആ ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്യാം. ഞാനിത് കളർ ഗ്രേഡൊക്കെ ചെയ്തൊരു സാധനം ആയതുകൊണ്ട് ഇനി ഫിൽറ്ററുകൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ഫ്രെയിമുകൾ നമുക്ക് ഇതിൽ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിമുകളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടോ, ബർബറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള പോലത്തെ ഫ്രെയിമുകൾ, ഇങ്ങനത്തെ ഫ്രെയിമുകളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് പ്രിൻ്റ് അടിക്കാൻ പറ്റും. പിന്നെ നമുക്കിത് കൊളേജ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പിക്ചറുകൾ ചൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊളേജ് പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇതിലുണ്ട്. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു. ഫ്രെയിം, കൊളേജ്. ഇനി സ്റ്റിക്കറുകൾ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റിക്കറൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള സ്റ്റിക്കറുകളും നമുക്ക് കിട്ടും. സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. അതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പേരൊക്കെ എഴുതി കൊടുത്ത് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഐ ലവ് യു എന്നൊക്കെ എഴുതി കൊടുത്തിട്ടൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പ്രിൻറ്റ് ബട്ടൻ്റെ മുകളിലുള്ള പ്രിൻറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൽ ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫർ ചെയ്ത് റെഡി ആയി കഴിഞ്ഞാൽ, കാരണം ബ്ലൂടൂത്തുമായിട്ട് കണക്ടിവിറ്റി പ്രിൻറ്റിങ് കാണിക്കും. ഓരോ ലെയറുകളായിട്ടാണ് ഇതിങ്ങനെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. യെല്ലോ ഏത് കളറാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യണമെന്നുള്ളത് കാണിക്കും. ഓരോ പ്രാവശ്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫോണിലും കാണിക്കുന്നുണ്ട് ഏതാണ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കളർ പ്ലസ് യെല്ലോ. ഡു നോട്ട് ടച്ച് ദ ഫോട്ടോ പേപ്പർ വൈൽ പ്രിൻറ്റിങ്. ഫോട്ടോ പേപ്പർ ടച്ച് ചെയ്ത് പിടിച്ച് വലിക്കാനൊന്നും നിൽക്കരുത്. കാരണം അത് അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഊരിയെടുക്കാനൊന്നും ശ്രമിക്കരുത്. മജൻറ്റ പ്രിൻറ്റ് ചെയ്തു. ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ പലപ്പോഴായിട്ടാണ് പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കേട്ടോ, ഇപ്പോൾ സിയാന് പ്രിൻറ്റ് ചെയ്യുന്ന ഏത് കളറാണെന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കറക്റ്റായിട്ട് കാണാനും പറ്റും. എന്താണ് ഇപ്പോൾ ക്യാമറ പ്രിൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കതിൽ കാണാനും പറ്റുന്നുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ നല്ല എന്താ പറയുക പെർഫെക്റ്റ് പ്രിൻറ്റിങ്ങാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലാമിനേഷനാണ് ഇപ്പോൾ ചെയ്തത്. ലാമിനേറ്റിംഗ് കഴിഞ്ഞു, പ്രിൻറ്റ് പുറത്തേക്ക് വന്നു. നോക്കിയേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ആണ്. കേട്ടോ, മൊബൈലിൻ്റെ സ്ക്രീനിൽ കണ്ടോ ഏകദേശം അതേപോലത്തെ ഫോട്ടോ തന്നെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് രസകരമായിട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയിൽ നമുക്കിതിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഒരു പ്രിൻറ്റിന് വരുന്നത് ഒരു കോസ്റ്റ് 30 രൂപ മാത്രമാണ് നമുക്ക് പ്രിൻറ്റിങ് കോസ്റ്റ് വരുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഇതുപോലെ ഇൻസ്റ്റാ ക്യാമറകൾ, അതായത് ഒറ്റയടിക്ക് ക്ലിക്ക് ചെയ്ത് പുറത്ത് കഴിഞ്ഞാൽ ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റാ ക്യാമറകൾ നമുക്ക് 100 രൂപ ഒരു കോപ്പിക്ക് വരുമ്പോൾ ഇത് 30 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനി ഇതിലെല്ലാം നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് മൊബൈലിലെടുത്ത ഫോട്ടോ, ക്യാമറ എടുത്ത ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും എന്താ പറയുക, ഐ ലവ് ദിസ് പിക്ചർ എന്ന് പറയില്ലേ, അമ്മാതിരി സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ക്യാമറ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. 12,899 രൂപയാണ്. 23,000 സംതിങ് ആണ് ഇതിൻ്റെ വില കൊടുത്തിട്ടുള്ളത്. 12,999 രൂപക്ക് നമുക്ക്
സാധനം മേടിക്കാൻ കിട്ടും. ഈ ഒരു കിറ്റ് വരുമ്പോഴത്തേനും ഇതിന് 8 എണ്ണം ഉണ്ടാവും. 8 എണ്ണം നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി ഇൻബിൽറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാട്രിഡ്ജ് വാങ്ങിയിട്ട് വീണ്ടും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഇതിൽ തന്നെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ക്യാമറ എടുത്ത പ്രിൻ്റൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. സാധാരണ നമ്മളൊരു വാട്സപ്പിലൊന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഫോട്ടോ അല്ലത്. കാരണം അവർക്ക് 100 വർഷം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ഫോട്ടോ ആണ് നമ്മൾ 30 രൂപക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കമ്പനി 1 ഇയർ വാറൻറ്റി ഒക്കെയാണ് ഇതിന് പറയുന്നത്. അതുപോലെ ബജാജ് ഫൈനാൻസും കാര്യങ്ങളൊക്കെ ഇതിന് മുകളിൽ ലഭ്യമാണെന്നുള്ള സ്റ്റിക്കറുകളൊക്കെ ഇതിന് മുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. കൊഡാക് മിനി ഷോട്ട് 3 റെട്രോ അതിലെ C300R ആണ്. ഹൈ ക്വാളിറ്റി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. റീചാർജ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ റീചാർജ് വെച്ചിരിക്കാം. റീചാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ക്യാമറയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.